ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിയുടെ വക്രഗതി സഞ്ചാരം മൂലം ഈയൊരു ജൂലൈ മാസം 16 മുതൽ, അതായത് കർക്കിടക മാസം 1-ാം തീയതി മുതൽ മുന്നോട്ട് നവംബർ 15 വരെയുള്ള ഒരു കാലഘട്ടം എല്ലാ ശനിദോഷങ്ങളിൽ നിന്നും, അതായത് ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി, ഈ ദോഷങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ്. ശനിദോഷങ്ങൾ വിട്ടകലുക മാത്രമല്ല, ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ നൽകിയിരുന്ന ശനിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഗുണങ്ങൾ ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. ശനിയുടെ വക്രഗതി ജൂൺ 29 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു എങ്കിൽ തന്നെയും ആ ഒരു വക്രഗതിയുടെ ഫലം വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വന്നു തുടങ്ങുന്ന സമയം ജൂലൈ 16 കർക്കിടകം 1 മുതലുള്ള സമയമാണ്. ഇവിടെ പറയുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ആ വക്രഗതി കാലഘട്ടത്ത് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ആ ശനിദോഷം വിട്ടകലുന്നത് എന്നതിനെ പറ്റിയാണ്. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകമെന്ന് മനസ്സിലാക്കുക. ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് എത്രമാത്രം ഗുണഫലങ്ങൾ നൽകുന്നു, ആ ഗുണഫലങ്ങളുടെ അളവ് എത്രമാത്രം കൂടുതൽ അനുഭവപ്പെടുന്നു എന്നറിയുവാൻ സാധിക്കും. കാരണം ജനന ജാതകം നോക്കുമ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശനി ദശയാണോ നടക്കുന്നത്, നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭനാണോ പാപനാണോ എന്നറിയാൻ സാധിക്കുക. അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ ശനിയുടെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ശനിയുടെ വക്രഗതി വളരെ ഉത്തമമായ ഗുണഫലങ്ങൾ നൽകും. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ശനിദോഷം വിട്ടുമാറുന്നത് എന്നതിനെ പറ്റിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച്, ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം കണ്ടകശനിയുടെ കാലഘട്ടമാണ്. ഈ ഒരു സമയം ശനി വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കണ്ടകശനിയുടെ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവത്തിൽ വരുന്നു. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി, തൊഴിൽ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ട്, പലർക്കും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പരിശ്രമിച്ചാൽ ലഭിക്കാത്ത അവസ്ഥയോ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക. നിങ്ങൾക്കൊരു പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ പുതിയ ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ കുറച്ച് കാലങ്ങളായി ഇടവം രാശിയിൽപ്പെട്ട പലരും ചെയ്യുന്ന ജോലിയിലൊരു മാറ്റം, അതൊരു സ്ഥാനമാറ്റമോ അതല്ലെങ്കിൽ ഇടം മാറ്റമോ ഒക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർ ധാരാളമാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം അനുഭവപ്പെടുകയും ആ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സം നേരിട്ടിരുന്നവരാണ് ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്രയും നാൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു കണ്ടകശനി കാലഘട്ടമായതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള തടസ്സമോ ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവപ്പെടുന്നവരും ധാരാളമാണ്. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലാണെങ്കിലും ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ, കടബാധ്യതകൾ, പ്രശ്നങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നവർ, ഒരു ഭവന നിർമ്മാണമോ മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചാൽ അതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഈ ഒരു കണ്ടകശനി കാലഘട്ടത്ത് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ജൂലൈ 16 കർക്കിടകം 1 മുതൽ ആ ഒരു ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ഒരു മാറ്റമുണ്ടാകും. അവരവരുടെ മനസ്സിനനുസരിച്ച്
നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വിട്ടുമാറും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു വക്രഗതി സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റം അനുഭവത്തിൽ വരും. അത് വിവാഹ കാര്യങ്ങളിലാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു മാറ്റം, ഗുണഫലം തീർച്ചയായിട്ടും ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾ ഇടവം രാശിയിൽ ജനിച്ചവർക്കും ഇടവം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചും ആ ശനി ഒരു പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്, പാപനായിട്ടുള്ള ഗ്രഹമല്ല. അതുകൊണ്ട് തന്നെ കണ്ടകശനി ആയിട്ട് ശനി സഞ്ചാരം നടത്തുമെങ്കിലും മറ്റ് രാശിക്കാർക്ക് നൽകുന്ന അത്രയും വലിയ ദോഷഫലങ്ങൾ നൽകില്ല. എന്നാലും ആ കണ്ടകശനിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 16 കർക്കിടകം 1 മുതലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശനി ഇത്രയും നാൾ നൽകിയിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പകരം ശനി ഒരുപാട് നന്മകൾ നൽകുന്ന സമയമാണ്. അതിനാൽ ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുക, വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശനിയുടെ വക്രഗതി സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാർക്ക് ശനിയുടെ ഈ വക്രഗതി ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. പൊതുവെ കർക്കിടകം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനി ദോഷങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് അഷ്ടമശനി കാലഘട്ടം. അഷ്ടമം എന്ന് പറഞ്ഞാൽ 8ാം ഭാവം, മറഞ്ഞിരിക്കുന്ന ഭാവമാണ്. ഇത് നമ്മുടെ ആയുസ്സിനെ കുറിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ കുറിക്കുന്നത്, അങ്ങനെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിക്കുന്ന ഒരു ഭാവമാണ് അഷ്ടമം. അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ അഷ്ടമശനി നടക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രശ്നം നമ്മുടെ മുൻപിലേക്ക് വന്നു ചേരുക, ആ ഒരു പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥ വരുമ്പോൾ അതുപോലെ മറ്റൊരു പ്രശ്നം വന്നു ചേരുക. ഇത് പല രീതിയിലായിരിക്കും. ചിലരെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലകളിൽ അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയോ ഒരു മാറ്റമോ ഒരു ബുദ്ധിമുട്ടുകളോ ഒക്കെ നമുക്ക് കർമ്മസംബന്ധമായിട്ട് അനുഭവത്തിൽ വരിക. അതുപോലെ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ, രോഗദുരിതങ്ങളോ ചെറിയ അപകടങ്ങളോ ആശുപത്രിവാസങ്ങളോ വന്നു ചേരുക. മറ്റു ചിലരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ അത് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരിക. ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ, അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. പൊതുവേ അഷ്ടമശനി കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സമയമാണ്. പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അഷ്ടമശനി കാലഘട്ടം പൊതുവെ ആ ഒരു രാശിക്കാരെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കുക, നമ്മൾ ആർക്കെങ്കിലും പണം കൊടുത്താൽ നമുക്കത് തിരിച്ച് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ആരെയാണോ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അവർ തന്നെ പിന്നീട് നമുക്ക് ശത്രുക്കളായിട്ട് മാറുന്ന അവസ്ഥ, നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവരിൽ നിന്ന് പോലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് അനുഭവപ്പെടുക, വിശ്വസിച്ചവരിൽ നിന്ന് ചതിവ്, വഞ്ചന ഒക്കെ ലഭിക്കുന്ന ഒരവസ്ഥ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാട് തടസ്സങ്ങളാണ് ഈ ഒരു അഷ്ടമശനി നൽകുന്നത്. പൊതുവേ അഷ്ടമശനി കാലഘട്ടം എന്ന് പറയുന്നത് ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് പരമമായ സത്യം. കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ നൽകുന്ന സമയമാണ് ശനിയുടെ വക്രഗതി. ഇത്രയും നാളും ശനി നൽകിയിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലിൽ, കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ വിട്ടുമാറുക.
അഷ്ടമശനി തുടങ്ങിയ സമയത്ത് പലർക്കും അപ്രതീക്ഷിതമായ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വരുമാനം നിലച്ച അവസ്ഥയുണ്ട്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സ്വന്തമായിട്ട് ബിസിനസ്, ഒരു തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതിയിൽ ഈ ഒരു കർക്കിടകം 1 മുതൽ ജൂലൈ 16 മുതലുള്ള സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, തൊഴിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, ജോലി ഇല്ലാതിരുന്നവർക്ക് പോലും നിങ്ങൾ ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു ജോലി ലഭിക്കുക, ചെയ്യുന്ന ആ ബിസിനസ്സിൽ, സ്വന്തം തൊഴിലിലൊക്കെ ഇത്രയും നാളില്ലാതിരുന്ന ഒരു സാമ്പത്തിക പുരോഗതി, ഒരു അഭിവൃദ്ധി ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിലുള്ള പുരോഗതി ഉണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു സമയം. പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമൊക്കെ അതിൽ നിന്ന് നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. യാതൊരു സംശയവുമില്ല. ആ ഒരു ഈശ്വരാനുഗ്രഹം, മറഞ്ഞു കിടന്നിരുന്ന ഒരു ഈശ്വരാനുഗ്രഹം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ആ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായിട്ട് മുന്നോട്ടുള്ള സമയം നടക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അതിലൊരു മാറ്റമുണ്ടാകും. പലരെയും സംബന്ധിച്ച് ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥയുണ്ട്. അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. എല്ലാ തരത്തിലും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ശനിയുടെ വക്രഗതി വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. സാമ്പത്തികപരമായിട്ടുള്ള നല്ലൊരു പുരോഗതി, നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നവംബർ 15 വരെയുള്ള ഈ ഒരു കാലഘട്ടം വളരെ ഉത്തമമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശനി ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നൽകുന്നൊരവസ്ഥയാണ് അഷ്ടമശനി കാലഘട്ടം. ആ അഷ്ടമശനി കാലഘട്ടത്തിൽ ഇതുപോലൊരു വക്രഗതി സമയം ശനിയിൽ നിന്ന് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം തന്നെയാണ്. അതായത് അത് ചെയ്യുന്ന ജോലിയാണെങ്കിലും, ദാമ്പത്യ ജീവിതമാണെങ്കിലും, ആരോഗ്യപരമായ കാര്യങ്ങളാണെങ്കിലും, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ലഭിക്കും. മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കാൻ കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് നോക്കി ശനി ദശയാണോ, ശനിയുടെ അപഹാരമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈ ഒരു സമയത്തെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ശനിയുടെ ആധിക്യം വളരെയധികം ലഭിച്ച ഒരു നല്ല മാറ്റം, ഗുണഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് ശനിയുടെ വക്രഗതി ഫലം ഈ ഒരു ജൂലൈ 16 മുതൽ കർക്കിടകം 1 മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ശനിയുടെ വക്രഗതി ഏറ്റവും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന സമയം. പലരെയും സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അനുഭവത്തിൽ വരുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ഇടങ്ങളിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും മറ്റും അനാവശ്യമായിട്ടുള്ളൊരു എതിർപ്പുകൾ, ഒരു ശത്രുതകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ പറയാനാണെങ്കിൽ വളരെയധികം ശുദ്ധ മനസ്സുള്ള വ്യക്തികളാണ്. വളരെയധികം നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമകളുമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളോടൊരു ശത്രുത, നമ്മളോടൊരു പക, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്. ആ കണ്ടകശനി വളരെ ശക്തമായ ഒരു ദോഷം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിരുന്നു. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില അപകടങ്ങൾ, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ പലരെയും സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുത്ത പണം തിരിച്ചു ലഭിക്കാനൊരു ബുദ്ധിമുട്ട്, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള മറ്റ് പ്രതിസന്ധികൾ, കാര്യങ്ങൾ, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു സാമ്പത്തിക ബാധ്യത, കടബാധ്യതകളൊക്കെ വന്നു ചേർന്ന അവസ്ഥയും പലരെയും സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിലുണ്ട്. ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില കേസ് വഴക്കുകളിലൊക്കെ ഉൾപ്പെട്ട വ്യക്തികളും ധാരാളമാണ്. പൊതുവെ ഈ ഒരു കണ്ടകശനി കാലഘട്ടം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, ശത്രുതകൾ, എതിർപ്പുകൾ, കേസ് വഴക്കുകൾ, കടബാധ്യതകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്.
സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മൾ ആരെയാണോ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവരിൽ നിന്ന് തന്നെ ചില മോശപ്പെട്ട അനുഭവങ്ങൾ, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവരവരുടെ കർമ്മ മേഖലയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലിയിലുള്ള സ്ട്രെസ്സ്, ആ സമ്മർദ്ദം വളരെ കൂടുതലായിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരെ വന്ന അവസ്ഥയുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ജോലിയിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കാരണം ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർ, അതുപോലെ വിദേശ ജോലി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ കർമ്മത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ പല ചിങ്ങം രാശിക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ട് ആ കുടുംബ ജീവിതത്തിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്നിരിക്കുന്നവർ ധാരാളമാണ്. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുകൾ വന്നത് മൂലം ഒരു താൽക്കാലിക വേർപിരിവ്, ഒരല്പം വിട്ടുമാറി താമസിക്കേണ്ട അവസ്ഥയൊക്കെ പല ദമ്പതിമാരുടെ ജീവിതത്തിലും അനുഭവത്തിലുണ്ട്. ഇതൊക്കെ ഈ ഒരു കണ്ടകശനി നൽകുന്ന ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഇപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അതിലും ഒരുപാട് തടസ്സങ്ങൾ, പരിശ്രമങ്ങൾ, പലർക്കും വിവാഹം വളരെ അടുത്ത് വരെ വന്നിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മാറിപ്പോയ അവസ്ഥയുണ്ടാകും. സ്വന്തം ജനന ജാതകത്തിൽ ഒരു നല്ല ദശാകാലം നടക്കുന്നവർക്ക് മാത്രമാണ് ഈ കണ്ടകശനിയുടെ ദോഷം വളരെ വളരെ കുറവായിട്ട് അനുഭവപ്പെടുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജനന ജാതകം നോക്കിയാൽ ഏത് ദശാകാലമാണ് നടക്കുന്നത്, ശനി ദശയാണോ, ശനിയുടെ അപഹാരമാണോ, മറ്റ് ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പോൾ നല്ലൊരു ദശാകാലം നടക്കുന്നവർ മാത്രമാണ് ഈ ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഈ ഒരു ശനി ദോഷത്തിൽ, ഈ ഒരു കണ്ടകശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടുള്ളൂ, ആ ദോഷം വളരെ കുറവായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാം. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ധാരാളമാണ്. ഒരു ഗൃഹനിർമ്മാണമൊക്കെ വളരെ നല്ല രീതിയിൽ ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയവർ വളരെ കൂടുതലാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയാണ് അതിന് പ്രധാന കാരണം. എല്ലാ തരത്തിലും ഒരു ബുദ്ധിമുട്ട് നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം. അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലിയിലാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. സ്വന്തം തൊഴിൽ, ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ആ കണ്ടകശനി കാലഘട്ടം അത്ര നല്ലതല്ല. പ്രതീക്ഷിച്ച ധനവരുമാനം, ഒരു സേവിങ്സോ നമുക്ക് ലഭിക്കാത്ത അവസ്ഥയും ഒരുപാട് പാഴ്ചിലവുകളൊക്കെ വന്നു ചേരുന്ന അവസ്ഥയുമാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം വിനിയോഗിച്ചാൽ അതൊക്കെ ഒരു പാഴ്ചിലവായി പോകുന്ന അവസ്ഥ. എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് തടസ്സം, ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അത് നിങ്ങൾ അവരവർ ചെയ്യുന്ന ജോലി, പലരും പലതരത്തിലുള്ള ജോലിയായിരിക്കും ചെയ്യുന്നത്, ചിലർ സ്വന്തം ബിസിനസ്സായിരിക്കും, അതിലൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ചിലർക്ക് ആരോഗ്യപരമായിട്ട് അപ്രതീക്ഷിതമായി അനുഭവപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം പലർക്കും അനുഭവത്തിൽ വരുന്നത്. ചിങ്ങം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഉപരിപഠനത്തിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ തടസ്സം, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും വിദേശ ജോലിക്ക് വിസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ, അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്കും അവരുടെ കർമ്മ മേഖലയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലോ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, ശത്രുതകൾ നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ടാകും. കാരണം ആ കണ്ടകശനി നിങ്ങൾക്ക് നൽകുന്നത് അങ്ങനെയാണ്. ഏതായാലും ചിങ്ങം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു വക്രഗതി വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ ദോഷങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തൊഴിൽ, ആ കർമ്മ മേഖലയൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്നൊരു മുക്തി, ആ ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ അനാവശ്യമായിട്ട് നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. ഏതെങ്കിലും ഒരു കേസ്, വഴക്കുകൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന സമയം. നിങ്ങൾക്ക് ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്നെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാൻ പറ്റി, ഒന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു ജോലി ലഭിക്കും. കർമ്മമേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച കണ്ടകശനി അതിശക്തമായ ദോഷത്തോടെ നിലനിന്നിരുന്ന സമയം, അതിൽ നിന്നൊരു മാറ്റമാണ് ഈ ഒരു വക്രഗതി കാലഘട്ടം. ഈ ഒരു സമയത്തെ നിങ്ങൾ ചിങ്ങം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. സ്വന്തം ജനനജാതകം ഈ ഒരു സമയത്ത് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി ജൂലൈ 16 കർക്കിടകം 1 മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി വൃശ്ചികം രാശിക്കാരെ പറ്റിയാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർദ്ധാഷ്ടമ ശനി നടക്കുന്ന സമയമാണ്. ശനി നിങ്ങൾക്ക് 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അഷ്ടമം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ട് വരുന്നൊരു ശനിദോഷമാണ്, വളരെ ശക്തമാണ്. അതിന് നേർപകുതി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അർദ്ധാഷ്ടമ ശനിയാണ്. എങ്കിലും അതും ഒരല്പം ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച്. പൊതുവേ ഈ ഒരു അർദ്ധാഷ്ടമ ശനി ആരംഭിച്ച കാലം മുതൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം മാനസിക വ്യഥകളാണ്, മാനസിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിങ്ങളെ സംബന്ധിച്ചൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസത്തിന് കുറവ് അനുഭവപ്പെടുക, അതുപോലെ മനസ്സിലൊരു അകാരണ ഭയമൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. കാരണം മുന്നോട്ടുള്ള ഭാവിയെ ചിന്തിച്ച്. ഈ ഒരു അർദ്ധാഷ്ടമശനി നടക്കുമ്പോൾ ആദ്യം ബാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. കാരണം നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ വിഷമിപ്പിക്കുന്ന രീതിയിലോ ഉള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക. ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് അതൊന്ന് വിട്ടൊഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നു ചേരുന്നു എന്ന് പറയുന്നത് പോലെ. അതുപോലെ ഈ ഒരു അർദ്ധാഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ നിങ്ങൾക്ക് ഒരു സുഖ അനുഭവങ്ങൾ എന്ന് ഉള്ളത് അനുഭവത്തിൽ വന്ന് കാണാനുള്ള സാധ്യതയില്ല. അത് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളുടെ നല്ല രീതിയിൽ ജോലി മുന്നോട്ട് പോവുക, നല്ലൊരു സാമ്പത്തികം ഉണ്ടാവുക, കുടുംബ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ആരോഗ്യം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് വൃശ്ചികം രാശിക്കാർ. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. ചിലരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഈ അർദ്ധാഷ്ടമശനി തുടങ്ങിയ ഈ ഒരു സമയം മുതലൊക്കെ വിവാഹം കഴിഞ്ഞൊരു 5-6 മാസം ഒക്കെ തികയുന്നതിന് മുൻപ് തന്നെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വിള്ളലുകൾ, പ്രശ്നങ്ങളുണ്ടായി ഒരു വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ദമ്പതികളുമുണ്ട്. അതുപോലെ വിവാഹത്തിന് ഇറങ്ങിത്തിരിച്ചാലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, അതുപോലെ അപ്രതീക്ഷിതമായ ചെറിയ ചില അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നവരും വളരെ കൂടുതലാണ്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കർമ്മ മേഖലയിലും അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥ. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ളൊരു പരാധീനതകൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പാഴ്ചിലുകൾ ഒക്കെ അനുഭവത്തിൽ വന്നിരിക്കുന്ന സമയമാണ്. ഏതായാലും വൃശ്ചികം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രഗതി സഞ്ചരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ജൂലൈ 16 കർക്കിടകം 1 മുതലുള്ള ആ ഒരു സമയം, ഈ ഒരു ശനി ദോഷം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ആ മനസ്സിലുള്ള അനാവശ്യ ചിന്തകൾ, അകാരണ ഭയമൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഇത്രയും നാൾ ശനി നൽകിയിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, അപ്രതീക്ഷിതമായിട്ടൊരു സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറുക, ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം ലഭിച്ച് ശരീരത്തിനൊരു ഉണർവും ഉന്മേഷവും ആരോഗ്യമൊക്കെ ലഭിക്കുന്ന സമയമാണ്. 4-ാം ഭാവം എന്ന് പറയുന്നത് അവരവരുടെ ഗൃഹത്തെ ഒക്കെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ട്, ഗൃഹസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറും. പകുതി വഴിയിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാൻ സാധിക്കുക. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ശനി നിങ്ങൾക്ക് നൽകുന്നത്. ആ ശനി നൽകിയിരുന്ന ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് വളരെ നല്ല മാറ്റങ്ങളാണ് നവംബർ 15 വരെയുള്ള കാലഘട്ടം നിങ്ങൾക്ക് ലഭിക്കുക. ഈ സമയത്തെ നിങ്ങൾ വൃശ്ചികം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ശനി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും മാറ്റമുണ്ടാകും. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ട് ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒക്കെ വിട്ടുമാറും. നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടം, ജോലിയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക, അങ്ങനെ ഒരുപാട് നന്മകളാണ് നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആ ശനിയുടെ കാഠിന്യം, ആ കരിനിഴൽ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്ന സമയമാണ്. അർദ്ധാഷ്ടമ ശനി ദോഷം വിട്ടുമാറും. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല നന്മകളും നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയവുമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുകയും ചെയ്യും. ഈ സമയം പ്രധാനമായിട്ടും വൃശ്ചികം രാശിക്കാർ നിങ്ങളുടെ ജാതകപ്രകാരവും ആ കാര്യങ്ങളൊക്കെ നോക്കി, ശനി ദശയാണോ, മറ്റു കാര്യങ്ങൾ ആ ശനിയുടെ അപഹാരമാണോ, മറ്റ് ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ മനസ്സിലാക്കിയാൽ അത് വളരെ ഉത്തമവുമായിരിക്കും.
വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ ശനിയുടെ വക്രഗതി ആ ശനി ദോഷത്തിൽ നിന്നുള്ള ഒരു മോചനമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഈ ഒരു കർക്കിടകം 1 ജൂലൈ 16 മുതൽ അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ ഒരു ശനിയുടെ വക്രഗതി ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ ഒരു 7.5 ശനിയുടെ സമയത്തിൽ കൂടെ കടന്നു വന്നവരാണ്. 7.5 ശനിയിലെ അവസാന ഘട്ടമായ ഒരു പാദശനിയിൽ എത്തി നിൽക്കുകയാണ്. 7.5 ശനി പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നത് 2025 പകുതിയോടുകൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ 7.5 ശനിയുടെ അവസാന കാലഘട്ടം പാദശനി ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മകരം രാശിക്കാർ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒറ്റൊരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ അത് തീരുന്ന ഒന്നല്ല. അത്രമാത്രം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ ലഭിച്ചവരാണ്. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അത് ചിലരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ച് മുന്നോട്ട് വന്നവരൊക്കെ വളരെ പെട്ടെന്ന് ഏറ്റവും താഴത്തെ തട്ടിലേക്ക് വന്ന ഒരവസ്ഥ, ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയ അവസ്ഥ ഈ ഒരു 7.5 ശനി മകരം രാശിയിൽപ്പെട്ട പലർക്കും നൽകിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിലൊരു ബിസിനസ് സ്ഥാപനമൊക്കെ നടത്തി വന്നവർ ഒരുപാട് കടബാധ്യതകളിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളുടെ കർമ്മ മേഖല മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ, അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ. പലരും വിവാഹമോചിതരായ ഒരു അനുഭവമുണ്ട്. പലരെയും സംബന്ധിച്ച് 2 വീടുകളിലായി വേർപിരിഞ്ഞ് കഴിയേണ്ട അവസ്ഥ. അങ്ങനെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പല മകരം രാശിക്കാരും അനുഭവിച്ചിട്ടുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പ്രശ്നം, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ചെറിയ ചില അപകടങ്ങൾ, ചിലർക്ക് വളരെ വലുതായിട്ടുണ്ടായിട്ടുള്ള മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കാലം നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതിയിരുന്നവർ വരെ വിട്ടുപോയ ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചവർ, ഏറെ വിശ്വസിച്ച് നമ്മളുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാകും എന്ന് വിശ്വസിച്ചവരിൽ നിന്ന് ചതി, വഞ്ചന ഒക്കെ അനുഭവത്തിൽ വന്നത് ഒരു സമയം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ടുകൾ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പല വ്യക്തികളും ഇന്ന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് പരമമായ സത്യം. അതൊക്കെ ഈ ഒരു 7.5 ശനി കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുള്ളവരാണ്. പലരും പലതരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, ചിലർ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥകൾ, അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഏറെ നമ്മൾ വിശ്വസിച്ചിരുന്ന സ്വന്തം ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ഒക്കെ നമുക്ക് യാതൊരു തുണയും നൽകാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം പോലെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മകരം രാശിക്കാരും വളരെ കൂടുതലാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ, പല നന്മകൾ നൽകും. 7.5 ശനി ഏതാണ്ട് ഒരു വർഷം കൂടെ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ട് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പാദശനി കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ശനിദോഷം വിട്ടുമാറി ഇത്രയും നാൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകിയിരുന്ന ശനി നിങ്ങൾക്ക് ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. പ്രത്യേകിച്ച് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ, ഗൃഹസംബന്ധമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിച്ച് അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ. ഇങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലയിലും മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് ആ ശനി എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഒരു ഗ്രഹം കൂടെ ആയതുകൊണ്ട് ഈ ഒരു സമയം വളരെ നല്ല രീതിയിലുള്ള ഒരു ധനപരമായിട്ടുള്ളൊരു മാറ്റം, ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കും. അത് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും. ചിലരെ സംബന്ധിച്ച് ചെയ്യുന്ന ജോലി, തൊഴിൽ നിങ്ങളുടെ കർമ്മം മുഖാന്തരമായിരിക്കും. കർമ്മത്തിൽ ജോലിയിലുണ്ടാകുന്ന ഉയർച്ച, ജോലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ കർമ്മകാരകനാണ്. അപ്പോൾ നിങ്ങളുടെ ആ കർമ്മം നല്ലതുപോലെ പുഷ്ടിപ്പെട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ധനവരുമാനം ലഭിക്കും. സ്വന്തം തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇത്രയും നാൾ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു ധനവരവ്, ഒരു സമ്പാദ്യം നിങ്ങൾക്ക് വരുന്ന സമയമാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ ഒരു ധനവരവ്, ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. അത് തീർച്ചയാണ്.
അതുപോലെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, ആ രോഗ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുക, അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുക, ജോലി ഭാഗ്യം ലഭിക്കുക. അതൊരു വിദേശ ജോലിയാണെങ്കിൽ അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ജോലി ഭാഗ്യം ലഭിക്കും. അതുപോലെ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്ന ദമ്പതികൾ ഉണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യനായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയമാണ്. അവരവരുടെ സന്താനങ്ങളുടെ മംഗല്യം, വിവാഹം നടത്താൻ വരുന്ന ഏറ്റവും നല്ല യോഗമുള്ള ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പലരെയും സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന സമയമാണ്. കാരണം ഏഴരശനി കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവരാണ്. നമുക്കേറെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, നമ്മൾക്ക് എന്നും ഒരു കൈത്താങ്ങായി നിൽക്കുമെന്ന് കരുതിയിരുന്നവരൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ വേർപെട്ടു പോയ ഒരു അനുഭവം, നമ്മൾ ഒറ്റയായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവമൊക്കെ പലർക്കുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വീഡിയോയിൽ മാത്രം പറഞ്ഞാൽ ഒതുങ്ങുന്നതല്ല മകരം രാശിക്കാർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. മറ്റുള്ളവരിൽ നിന്ന് അപമാനം സഹിച്ചു, അതുപോലെ വഞ്ചനകൾ നേരിട്ടു, ചതിവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. ഏറെ വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് തന്നെയാണ് ഈ അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ആരെയൊക്കെയാണോ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ചത് അവരിൽ നിന്നൊക്കെ ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. സഹായിച്ചവർ തന്നെ ശത്രുക്കളായി മാറിയ അവസ്ഥ. ഏതായാലും മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റം ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു സന്തോഷം, സുഖം നൽകും. ദാമ്പത്യപരമായിട്ടുള്ള നല്ല ഗുണാനുഭവങ്ങൾ, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തെ മകരം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ ശനി ദശയാണോ, മറ്റ് ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഈ സമയം ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമവുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി ജൂലൈ 16 മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ട നക്ഷത്ര ജാതകർക്ക് ശനിയുടെ വക്രഗതി ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഏഴര ശനിയിലെ ജന്മശനി കാലഘട്ടം. ഏഴര ശനിയിലെ ജന്മശനിയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ജന്മശനി എന്ന് പറയുമ്പോൾ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു ഭാരം കയറ്റിവെച്ച് മുന്നോട്ട് സഞ്ചരിച്ചാൽ എങ്ങനെ ഉണ്ടാകും, അത് തന്നെയാണ് അവസ്ഥ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട ഭൂരിഭാഗം വ്യക്തികളും. ആരുടെയൊക്കെയാണോ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നത് അവർ മാത്രമേ ഈ ഏഴര ശനിയിൽ, ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ നിന്ന് ഒരു മോചനം അവർക്ക് മാത്രമായിരിക്കും ആ ദോഷഫലങ്ങളുടെ ശക്തി കുറവായിട്ട് അനുഭവപ്പെടുക. അതല്ലാതെ ജനനജാതക പ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ, അല്ലെ ശനി പാപനായിട്ട് ദശ നടത്തുന്നവർ, അല്ലെ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് അത് വലിയ ഒരു ആഘാതം, കാഠിന്യം നൽകുന്ന ഒന്നായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ സ്വന്തം ജനനജാതകം നോക്കി ഇപ്പോഴത്തെ ദശാകാലവും മറ്റു കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കണം, ശനിയുടെ സ്ഥിതിയുമൊക്കെ. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്ന്, നിങ്ങളൊരു ജോലി, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ മാത്രമാണ് നിങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ നിങ്ങൾ മനസ്സിൽ ഏത് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നോ അതിനൊക്കെ തടസ്സവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. രണ്ടാമത്, നിങ്ങളെ സംബന്ധിച്ച് ഇത്രയധികം പണച്ചിലവാകുന്നൊരു കാലഘട്ടം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പണച്ചിലവെന്ന് പറഞ്ഞാൽ 10 രൂപ വരുമാനം വന്നാൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ചിലവ് വരുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ചിലവായി പോകുന്നു എന്ന് അറിയാത്തൊരവസ്ഥ. നമ്മളൊരു ശുഭകാര്യത്തിന്, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് പണം ചിലവാക്കുന്നതെങ്കിലും അത് തന്നെ പാഴ്ചിലവായിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഭൂരിഭാഗം കുംഭം രാശിക്കാർക്കും അനുഭവത്തിലുള്ളത്. നമ്മൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ചിലവ്, അത് കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്കായിട്ടാണ് ആ ചിലവുകൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. പലരെയും സംബന്ധിച്ച് ഏഴര ശനി തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണ്. പലരും ഒരുപാട് കടബാധ്യതകളിൽ തന്നെ ആയ വ്യക്തികൾ ധാരാളമാണ്.
വളരെ നല്ല രീതിയിൽ കുംഭം രാശിക്കാർ ജീവിച്ച പല വ്യക്തികളും ഈ ഒരു ഏഴരശനി തുടങ്ങിയ കാലം മുതൽ ഈ ഒരു സമയം വരെ നോക്കുകയാണെങ്കിൽ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച അവസ്ഥ എന്ന് പറയുന്ന പോലെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിയവർ ധാരാളമാണ്. ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സൊക്കെ വളരെ താഴ്ന്ന നിലയിലെത്തി അതിലൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ, കടബാധ്യതകളൊക്കെ എത്തി നിൽക്കുന്നവർ, ഒരു ഗൃഹനിർമ്മാണമൊക്കെ വളരെ നല്ല രീതിയിൽ എത്രയും വേഗം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് ആരംഭിച്ച് അതൊക്കെ പകുതി വഴിയിൽ അപ്രതീക്ഷിതമായി മുടങ്ങിപ്പോയവർ, അതുപോലെ ജന്മശനി കാലഘട്ടം ആരംഭിച്ചപ്പോൾ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ട സർജറി പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒടിവുകൾ, ചതവുകൾ, ചെറിയ വാഹനാപകടങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് വളരെയധികം പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അരയ്ക്ക് താഴോട്ട് കാൽമുട്ട ആ ഒരു ഭാഗങ്ങൾക്ക് ഒടിവ്, ചതവൊക്കെ ആയിട്ട് ഒരുപാട് നാൾ ഒരു ജോലി പോലും ചെയ്യാൻ സാധിക്കാതെ റെസ്റ്റ് എടുത്ത് ഒക്കെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നവരും ധാരാളമാണ്. ഈ ഒരു ജന്മശനി കാലഘട്ടം പല രീതിയിലാണ് ബുദ്ധിമുട്ട്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, ചെയ്യുന്ന ജോലിയിലൊക്കെ തടസ്സങ്ങൾ, പലർക്കും ഒരു ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിച്ചാൽ വളരെ ബുദ്ധിമുട്ട്, അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന പലർക്കും ആ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. ഇനി ഒരു ദാമ്പത്യ കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നവരും ഇപ്പോൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയി ഒരു താൽക്കാലിക വേർപിരിവായിട്ട് നിൽക്കുന്നവർ ധാരാളമാണ്. ഈ അടുത്ത സമയത്ത് വിവാഹമൊക്കെ നടന്ന് മുന്നോട്ട് പോയ വ്യക്തികൾ, വിവാഹം നടന്ന് വിരലെണ്ണാവുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വിള്ളൽ, ഒരു അകൽച്ച ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുന്നവരും നിരവധിയാണ്. എന്താണ് ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ ഈ ഒരു ജന്മശനി കാലഘട്ടം നൽകുന്നതാണ്. പ്രത്യേകിച്ചും ആ ഒരു ജന്മശനി കാലഘട്ടം ശനി ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളാണ്. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ്. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം. പലർക്കും ഒരു വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ തന്നെ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ നിങ്ങൾ പണം മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെയാണോ പണം കൊടുത്ത് സഹായിച്ചത് അവരൊക്കെ ശത്രുവായിട്ടാകുന്നൊരവസ്ഥ. നിങ്ങൾ ഒരുപാട് ഇരുന്നവർ തന്നെ നിങ്ങൾക്കൊരു ശത്രുക്കളാവുകയും അവരിൽ നിന്ന് തന്നെ വിശ്വാസ വഞ്ചന, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരിക. പലരെയും സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. അതാണ് ആ ജന്മശനി നൽകുന്ന ഒരു ദോഷം. ഈ ഒരു ജന്മശനി ദോഷത്തിൽ നിന്ന് കുംഭം രാശിയിൽപ്പെട്ട ആ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ, അവിട്ടം, ചതയം, പുരുരുട്ടാതിൽ ജനിച്ച നിങ്ങളുടെ സ്വന്തം ജനന ജാതകത്തിൽ ആർക്കൊക്കെയാണോ നല്ലൊരു ദശാകാലഘട്ടം നടക്കുന്നത് അവർക്ക് മാത്രമായിരിക്കും ഈ ജന്മശനി കാലഘട്ടത്തിൽ നിന്നൊരു മോചനം, ആ ദോഷഫലം വളരെ കുറയുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നുമുണ്ട്. ഏതായാലും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ജൂലൈ 16 കർക്കിടകം 1 മുതലുള്ള ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി, ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ശനി നൽകിയിരുന്ന ആ ദോഷങ്ങൾ, പ്രത്യേകിച്ച് ഏഴര ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് ജന്മശനി. ആ ജന്മശനിയിൽ ഇതുപോലൊരു വക്രഗതി കാലഘട്ടം ശനിയിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ആ കർമ്മ മേഖലയിൽ നല്ല രീതിയിൽ ഉയരാൻ പറ്റും. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ ജോലി ലഭിക്കും. സ്വന്തമായ തൊഴിൽ, ബിസിനസ് നടത്തുന്നവർക്ക് അതിലൊരു നല്ല മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുവാനും എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായതെന്ന് അറിഞ്ഞ് പരിഹരിച്ച് ആ ദാമ്പത്യ ജീവിതം വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്നവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനൊക്കെ അനുയോജ്യമായ സമയമാണ്. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കുന്ന സമയം. ഈ ഒരു കാലഘട്ടം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. വിവാഹ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഇത്രയും നാൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും കുടുംബാംഗങ്ങളുടെ ഇടയിൽ, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറും. അവരെടുത്ത് പറയേണ്ട സാമ്പത്തികപരമായുള്ള അഭിവൃദ്ധി, ഒരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിലവുകളൊക്കെ വിട്ടുമാറി ആ ഒരു പാഴ്ചിലവുകൾക്കൊക്കെ ഒരു ശമനം വന്ന് നിങ്ങൾക്ക്
ലഭിക്കുന്ന, നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക്, ഇത്രയും നാൾ നിങ്ങൾ പാഴ്ചിലവുകളാണ് നടത്തിയിരുന്നെങ്കിൽ ഇനി നിങ്ങൾ ചിലവാക്കുന്ന നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക്, നന്മകൾക്കായിട്ട് പണം ചിലവഴിക്കുന്ന അവസ്ഥ വരും. കുടുംബത്തിലൊക്കെ നിങ്ങളൊരു ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടന്നിരുന്നവരാണെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ച് ഒരു ഗൃഹപ്രവേശം നടത്താൻ വരെയുള്ള യോഗമൊക്കെ അനുഭവത്തിലുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റമാണ് നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ഈ ശനിയുടെ വക്രഗതി ജന്മശനി കാലഘട്ടത്തിൽ നൽകുന്നത്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല കുംഭം രാശിക്കാർ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ. ഞാനത് വളരെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും, നിങ്ങളുടെ ചെയ്യുന്ന ജോലി, തൊഴിൽ, ആരോഗ്യം, ദാമ്പത്യം, കുടുംബജീവിതം, സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, ഇതിലൊക്കെ നല്ല മാറ്റം നിങ്ങൾക്ക് നൽകും. ആദിപരാശക്തിയെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനിയുടെ വക്രഗതി വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 7ാം ശനിയുടെ തുടക്കമാണ്. 7ാം ശനിയിൽ നിങ്ങൾക്കിപ്പോൾ ശനി 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് പൊതുവെ ശനി എപ്പോഴൊക്കെയാണോ വ്യയസ്ഥാനത്ത്, ആ 7ാം ശനിയുടെ തുടക്കമെന്ന് പറയുന്നത് ആ സാമ്പത്തികപരമായിട്ട് ചെറിയ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ നമുക്ക് അനാവശ്യമായിട്ട് ചിലവുകളൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു 7ാം ശനി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു വക്രഗതി സമയം നിങ്ങൾക്ക് ലഭിച്ചത് വളരെ ഉത്തമമാണ്. പ്രധാനമായിട്ടും ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം ഒരു മന്ദഗതിയിലാകുന്ന അവസ്ഥ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം, ബുദ്ധിമുട്ട് ഒക്കെ അനുഭവത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 7ാം ശനിയുടെ തുടക്കത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം നമ്മൾ അറിയാതെ തന്നെ പല രീതിയിൽ ചിലവായി പോകുന്ന അവസ്ഥ, നമ്മൾക്കൊരു സമ്പാദ്യം, ഒരു സേവിങ്സ് ലഭിക്കാത്തൊരവസ്ഥ. പലരെയും സംബന്ധിച്ച് ഈ ഒരു ചിലവുകൾ പലർക്കും ആശുപത്രി കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ചിലവഴിക്കാം. അതല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ ആ ഒരു പണം നമ്മൾക്ക് വരുന്നതിൽ കൂടുതൽ ചിലവുകൾ പല മീനം രാശിക്കാർക്കും ഈ ഒരു 7ാം ശനി കാലഘട്ടം തുടക്കത്തിൽ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ശനി സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. പലരെയും സംബന്ധിച്ച് 7ാം ശനിയുടെ ഒരു തുടക്കം തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, ചിലർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഒരു പണത്തിന് ഒരുപാട് ചിലവുകൾ വരുന്ന സമയം. വ്യയമെന്ന് പറയുന്നത് ചിലവുകളാണ്. അതും പാഴ്ചിലവുകൾ, നമ്മൾക്ക് ലഭിക്കുന്ന പണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് ചിലവായി പോവുക, അതിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അലച്ചിലുകൾ, ഇതൊക്കെ നൽകുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് മീനം രാശിക്കാർക്ക് നൽകുന്നത്. നിങ്ങളുടെ അലച്ചിലുകൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം വരും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറുക. അവരവരുടെ കർമ്മപരമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. ജോലി ഇല്ലാത്തവർക്ക് പോലും നിങ്ങൾ ശ്രമിച്ചാൽ വളരെ പെട്ടെന്നൊരു ജോലി ലഭിക്കും. അതുപോലെ വിദേശ ജോലി ഭാഗ്യവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾക്ക് നിങ്ങൾക്കൊരു കുറവ് അനുഭവത്തിൽ വരുന്ന സമയം. പതുക്കെ നല്ല മാറ്റങ്ങൾ, അതൊരു ശുഭ ചിലവുകളായിട്ട് മാറുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം, നല്ല ഗുണങ്ങളാണ് നൽകുന്നത്. മുന്നോട്ടുള്ള സമയം ഇതിനെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് മാറ്റമുണ്ടാകും. അതുപോലെ 7ാം ശനിയുടെ തുടക്കത്തിൽ തന്നെ ചില മീനം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും അതിനൊരു മാറ്റം വരും. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക. ഭൂമി സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് 7ാം ശനി തുടങ്ങിയ സമയം മുതൽ
നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു ലാഭം, നമ്മൾ പറയാറില്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നമുക്കൊരു ധനലാഭം, ഒരു സേവിങ്സ്, ഒരു സമ്പാദ്യത്തിനൊക്കെ വളരെ കുറവായിരിക്കും അനുഭവപ്പെട്ടിരിക്കുക. അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങൾ, നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിനൊക്കെ ഒരുപാട് അലയേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സാധിച്ചു വരേണ്ട കാര്യങ്ങൾക്ക് 5 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട അവസ്ഥയൊക്കെയാണ് പലർക്കും അനുഭവത്തിലുള്ളത്. എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ടുകൾ. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഒരു കുറവ്, ചിലരെ സംബന്ധിച്ച് ചെറിയ രീതിയിലുള്ള കടബാധ്യതകൾ വരെ അവർക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു മീനം രാശിക്കാരെ സംബന്ധിച്ചും അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലുണ്ട്. ഏതായാലും ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല മാറ്റം തരും. ആ ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലൊക്കെ പൂർത്തീകരിക്കാനുള്ള സമയമാണ് നവംബർ 15 വരെയുള്ള സമയം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഒരു ശുഭച്ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ ശുഭച്ചിലവുകളായിട്ട് മാറുക. അതുപോലെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം കുടുംബത്തിലൊരു മംഗളകാര്യം, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്ക്, ഭൂമി വാങ്ങുന്നതിന്, ഗൃഹം നിർമ്മിക്കുന്നതിനൊക്കെ പണം ശുഭച്ചിലവുകൾ വരുന്ന ആ ഒരു രീതിയിലുള്ള ചിലവുകളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. അതുപോലെ പണം ഇടപാടുകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ നിങ്ങൾക്ക് വേണ്ട സമയമാണ്. ഈ ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നൽകും. ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട നിങ്ങളുടെ ജാതകപ്രകാരം ശനിദശയാണോ നടക്കുന്നത്, അല്ലെ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, ശനി ജാതകവശാൽ പാപനാണോ ശുഭനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത് ശനിയുടെ രാശിയിലുള്ളൊരു ഫലമാണ് പറയുന്നത്. ഏതായാലും ശനിയുടെ വക്രഗതി അത് ജൂലൈ 16 കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു ശനിയുടെ വക്രഗതി സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.